LDF മുന്നണിയിൽ കല്ലുകടിയായി സീപ്ലെയിൻ. മത്സ്യബന്ധന മേഖലയിൽ പദ്ധതി അനുവദിക്കില്ല എന്ന ശക്തമായ നിലപാടെടുത്ത CPI തൊഴിലാളി സംഘടന AITUC 10 വർഷങ്ങൾക്ക് മുൻപ് നയപരമായി ഒരുമിച്ചെടുത്ത തീരുമാനത്തിൽ പെട്ടെന്ന് CPM-ന് എന്ത് മനംമാറ്റമാണ് ഉണ്ടായത് എന്ന് മുന്നണിയിൽ തർക്കം. നിലവിൽ തൊഴിലാളി സംഘടനയുടെ തീരുമാനത്തിന് വഴങ്ങണം എന്ന നിലപാടിലാണ് CPI. സീപ്ലെയിനിൽ ഇടതു തൊഴിലാളി സംഘടന തന്നെ എതിർപ്പറിയിച്ചതോടെ മുന്നണിയിൽ നയങ്ങളിലും നിലപാടിലും വന്ന വൈരുദ്ധ്യമാണ് പുറത്തുവരുന്നത്. 10 വർഷങ്ങൾക്ക് മുൻപ് ഒരേ ശബ്ദത്തിലാണ് CPIയും CPM-ഉം സീപ്ലെയിനെ എതിർത്തത്. എന്നാൽ വർഷങ്ങൾ പിന്നിട്ടപ്പോൾ കേരള ടൂറിസത്തിന്റെ മുഖമായി തന്നെ പദ്ധതിയെ ഇടത് സർക്കാർ ഉയർത്തിക്കൊണ്ടുവന്നു. 2013-ൽ പദ്ധതിയെ നഖശിഖാന്തരം ഇടതുപക്ഷം എതിർത്തപ്പോൾ വർഷങ്ങൾക്കിപ്പുറം നിലപാടിൽ മാറ്റം വരാൻ മാത്രം എന്ത് കൂടിയാലോചനകൾ നടന്നിട്ടുണ്ട് എന്നാണ് CPI മുന്നണിയോട് ചോദിക്കുന്ന ചോദ്യം. സീപ്ലെയിൻ പദ്ധതിയോട് CPIക്കുള്ള കടുത്ത എതിർപ്പ് പ്രകടമാക്കിയിട്ടും ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ഇടത് നേതാക്കൾ വിഷയത്തിൽ മൗനം തുടരുന്നത്. മുന്നണിക്കകത്ത് ഘടകകക്ഷികളോട് പോലും അഭിപ്രായം ചോദിക്കാതെയും CPM-നുള്ളിൽ പോലും ഭിന്നത ഉണ്ടാക്കിക്കൊണ്ട് എന്തിന് ധൃതിപ്പെട്ട് പദ്ധതി നടപ്പിലാക്കി എന്നതാണ് അഭിപ്രായ ഭിന്നതയ്ക്കുള്ള പ്രധാന കാരണം. ഞായറാഴ്ച AITUC ഈ വിഷയത്തിൽ നിർണായക തീരുമാനത്തിലേക്ക് കടന്നേക്കും. സമീപകാലത്ത് ഇടതുമുന്നണിക്കുള്ളിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളിലൊന്നും നേതൃത്വത്തിന് വ്യക്തമായ പരിഹാരമുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. മന്ത്രി മുഹമ്മദ് റിയാസിന്റെ കീഴിലുള്ള ടൂറിസം വകുപ്പിന് വേണ്ടി മുന്നണി മുട്ടുകുത്തിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിലേക്കാണ് CPI വിരൽ ചൂണ്ടുന്നത്. ജനം, തിരുവനന്തപുരം.